വയനാട് ദുരന്തത്തിൽ മരണം 284 ഇനിയും മരണനിരക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ബെയിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി ബെയിൽ പാലം സജ്ജമാകുമെന്ന് സൈന്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിഥുൻ മുരളി അവിടെ നിന്ന് ചേരുകയാണ്. വിവിധ മേഖലകളിലെ ചെളിയിൽ നിന്ന് ലഭിച്ച ID കാർഡുകൾ, സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ എന്നിവ തിരിച്ചറിയാൻ ബന്ധുക്കൾ കൺട്രോൾ റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിവരം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. മിഥുൻ, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകളെല്ലാം അവിടേക്ക് എത്തുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചെളിയിൽ പൊതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. രക്ഷാദൗത്യം നടത്തുന്നവർക്ക് പോലും ചെളിയിൽ കൃത്യമായി നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ഇപ്പോൾ രക്ഷാദൗത്യത്തിന് എതിരായി അല്ലെങ്കിൽ ദുഷ്കരമായി തന്നെ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് എന്നൊരു സൂചന കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അത് മറികടക്കാനുമുള്ള ഉപകരണങ്ങൾ അവിടേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാമോ മിഥുൻ? മഴ ഇന്ന് പ്രദേശത്ത് പെയ്തത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള രക്ഷാദൗത്യങ്ങളെല്ലാം ശ്രമകരമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വളരെ യന്ത്ര സാമഗ്രികളോട് കൂടിയ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരി മൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും ഈ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുക. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ യന്ത്ര സാമഗ്രികൾ, ഹിറ്റാച്ചി അടക്കമുള്ള മറ്റ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ യാഥാർത്ഥ്യമാകും. അപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്നും ലഭിക്കാനുള്ള ഒരു സാധ്യത സൈന്യം വിലയിരുത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. സൈനിക മേധാവികളും അഗ്നിരക്ഷാ സേനയുടെ മേധാവികളും വിവിധ വകുപ്പ് തലവന്മാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം അല്പസമയം മുമ്പ്, 1 മണിക്കൂർ മുമ്പ് അവസാനിച്ചു. ഇപ്പോൾ സർവകക്ഷി യോഗവും അവസാനിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം സമയമെടുത്താണ് സർവകക്ഷി യോഗം അവസാനിച്ചത്. 11:30 കൂടിയായിരുന്നു സർവകക്ഷി യോഗം ആരംഭിച്ചത്. 12:45 കൂടിയ സമയത്താണ് സർവകക്ഷി യോഗം അവസാനിച്ചത്. പ്രാദേശിക പ്രതിപക്ഷ നേതാക്കളടക്കമുള്ള ഭരണപക്ഷ നേതാക്കളടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സർവകക്ഷി യോഗമായിരുന്നു 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. അവലോകന യോഗത്തിലും ഒപ്പം തന്നെ സർവകക്ഷി യോഗത്തിലും മുന്നോട്ട് വന്ന നിർദ്ദേശങ്ങൾ, ഇനി രക്ഷാപ്രവർത്തന ദൗത്യത്തെ നിയന്ത്രിക്കേണ്ടത് ഏത് തരത്തിലായിരിക്കണം, മുന്നൊരുക്കങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് നീക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള അവലോകന യോഗവും ഇപ്പോൾ തന്നെ സർവകക്ഷി യോഗവുമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. രാവിലെ 10:30 മുഖ്യമന്ത്രി ഇവിടെ വയനാട്ടിലേക്ക് കോഴിക്കോട്ട് നിന്ന് എത്തുകയും അവലോകന യോഗം ആരംഭിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥ തലത്തിൽ സൈനിക തലവന്മാരും ഫയർഫോഴ്സ് മേധാവികളും ഒപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ ഇപ്പോൾ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ഉള്ള ആളുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു അവലോകന യോഗമായിരുന്നു. 9 മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ, മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ തുടർച്ചയായി ഒരു സർവകക്ഷി യോഗവും പൂർത്തിയാക്കി. ഇനി മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ മുന്നോട്ട് ഇനി നീക്കേണ്ടത്. വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഇനി ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടേക്ക് മുണ്ടക്കിലേക്കും ഒപ്പം തന്നെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കും എത്തിച്ചുകൊണ്ട് കൃത്യമായി കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളടക്കം കണ്ടെത്താനുള്ള ശ്രമകരമായ ദൗത്യമായിരിക്കും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ, സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഇനി ഉണ്ടാവുക. അത് എങ്ങനെയാണ് ഏകോപിപ്പിക്കുക, മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ ഏത് തരത്തിലാണ്, ഏത് വിധത്തിലാണ് അത് ഐഡന്റിഫൈ ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടത്, പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ സംസ്കാര നടപടിക്രമങ്ങളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റേണ്ട ഒപ്പം ഇനിയും കണ്ടെത്താനുള്ള ആളുകൾ 190 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ മിസ്സിംഗ് ആയിരിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ, അനുബന്ധ വിവരങ്ങൾ അതെല്ലാം ശേഖരിച്ച് അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരശേഖരണം നടത്തിയ ഏതൊക്കെ ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത്, ഏതൊക്കെ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ആളുകളെയാണ് കണ്ടെത്താനുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായ വിവരശേഖരണം സാധ്യമാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ അവലോകന യോഗത്തിലും സർവകക്ഷി യോഗത്തിലും വേണ്ടി തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഒരു മീഡിയ ബ്രീഫിംഗിലാണ് കാതോർക്കുന്നത്. ദുരന്ത ബാധിത മേഖലകളിൽ നിന്നും രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളടക്കം മുഖ്യമന്ത്രിയുടെ
വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയ തരത്തിലാണ് തങ്ങളെ പ്രതിരോധിച്ചിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി അറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഏകദേശം 10:30 മുതൽ 1 മണി 12:45 വരെയുള്ള സമയത്ത് നടന്ന അവലോകന യോഗത്തിന്റെയും സർവകക്ഷി യോഗത്തിന്റെയും ഒരു ഏകദേശ വ്യക്തത മുഖ്യമന്ത്രിയുടെ ഈ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ്, അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്ന കാര്യങ്ങൾ പ്രധാനമായും അവലോകന യോഗത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ, അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ ഏത് തരത്തിലായിരിക്കണം, ഇനി മുന്നോട്ട് പോകുന്ന ദൗത്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, നിർദ്ദേശങ്ങൾ കണ്ടെത്തിയത് എത്ര പേരുടേതാണെന്നുള്ള ഔദ്യോഗിക കണക്ക്, കാന്തസാനുള്ളവരുടെ ഔദ്യോഗിക വിവരങ്ങൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ, DNA പരിശോധന ഏത് തരത്തിൽ ഏകോപിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പറയുക എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ 9 മന്ത്രിമാരുമുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാരാണ്. കേന്ദ്ര സർക്കാരിന്റെ സഹായം കൃത്യമായി ലഭിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. വേലിപ്പാലം നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യക്ക് ശേഷം കൃത്യമായ നിർണായകമായ നിമിഷങ്ങളായിരിക്കും എന്തായാലും ഉണ്ടാവുക. കൃത്യമായി ഈ പ്രസവ കേന്ദ്രത്തിലടക്കം സൈന്യത്തിലേക്ക് എത്താൻ, രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് ദുർഘടമായ കാലാവസ്ഥയും ദുർഘടമായ സാഹചര്യങ്ങളും കാരണം കഴിഞ്ഞ ദിവസം എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാതിരുന്ന മേഖലകളിലേക്ക് ഉൾപ്പെടെ രക്ഷാപ്രവർത്തകരെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയമാണ്. ഇനി നിർണായകമായ മണിക്കൂറുകളാണ്. ശരി മിഥുൻ, സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.